നമസ്കാരം. പുതിയ വീട്ടിൽ സ്വാഗതം. നമുക്ക് പണി എന്ന് പറഞ്ഞാൽ തെങ്ങിൻ തൈ വെക്കലും അതുപോലെ ഈ തേക്കിൻ്റെ തൈ വെക്കലാണ് പണി. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. തെങ്ങിൻ തൈ നടാൻ വേണ്ടി കുഴി കുത്തിയാണ്. ഒരു കുയ്യായിട്ടുണ്ട്. ഇനിയിപ്പോൾ തെങ്ങിൻ തൈ നടാൻ പോകും. തെങ്ങിൻ തൈ നടാം. തെങ്ങിൻ തൈ നടുമ്പം ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ബ്ലേഡോട് കീറി കൊടുക്കണം. ഇതാ ഇനി ചകിരൊന്നും കളയാതെ മെല്ലെ എടുക്കണം. ഇങ്ങനെ വെച്ചിട്ട് മെല്ലെ ഇവിടെ വെക്കാം. അടിയിലേക്ക് മെല്ലെ വെക്കാം. നാടനെ കാണും. ഒന്നായിട്ടാ ഇനിയിപ്പോൾ വളം ഇവിടെ വേണ്ടി ആ വളം കൂടെ താമസിച്ചിടാം. ഇങ്ങനത്തെ ഈ വെച്ചു. ഇനിയിപ്പോൾ ഇനി അഗ്രോമിൽ നിന്ന് വളം ഇടുന്നു. ഇതിൽ 1.5 കിലോ ഇടുന്നു. ഇത് 1/2 കിലോൻ്റെ ഒരു ഇതാണ് ചട്ടിയാണ്. അതിങ്ങനെ ചുറ്റിടും. വലിയ തെങ്ങിനെങ്കിൽ 5 കിലോ ഉണ്ടോ നമുക്ക് കായ്ക്കുന്ന തെങ്ങിന് 5 കിലോ വേണം. അപ്പോൾ ഇത് നടന്നത് കാണും. അപ്പോൾ ഇനി 1.5 കിലോ വിടാൻ നമുക്ക്. ഇതിന് മൂടിയാൽ മതി. മൂടുന്നതാണ്. മൂടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഇതിൻ്റെ കണ്ണ് മൂടാൻ പാടില്ല. കണ്ണ് മൂടാതെ നമുക്ക് മൂടണം. കൈ നേരെ വെക്കണം. തെങ്ങിൻ തൈ നടന്ന് പണി കഴിഞ്ഞു. ഇനി അടുത്ത പണി കഴിഞ്ഞാൽ നമുക്ക് തേക്കിൻ തൈ നടണം. അപ്പോൾ അതും കൂടെ കാണിച്ചു തരാം. തേക്കിൻ തൈ കൂട്ടിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് കുറേ കൊച്ചു കുന്നുകയറുണ്ട്. കരുത്തിന്റെ തൈയെല്ലാം മലയാളി കൊണ്ടുവന്നാന്ന് അറിയില്ല. നല്ല കരുത്തുണ്ട് കേട്ടോ. തൈ നല്ല കരുത്തുണ്ട്. കുറച്ച് കുന്നുകയറുണ്ട് നമുക്കിനി. വളം എടുത്തില്ല. തേക്കിൻ തൈ നടാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ശരിക്കും റബ്ബറിൻ്റെ പ്ലാറ്റ്ഫോം വിളിക്കുന്നത് വിളിച്ചിട്ട് നല്ല പാങ്ങലെടുക്കണം. ഇല്ലെങ്കിൽ കഴിഞ്ഞാൽ കാടുന്ന സമയത്ത് കാട് കഴിഞ്ഞ് കൊത്തിക്കളയും. അതുകൊണ്ട് കുറച്ച് വീതി കെടുത്തി നല്ല വൃത്തിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. കല്ലൊന്നും ഇല്ലടാ. അപ്പോൾ ഇനി തേക്കിൻ തൈ നടണം. അപ്പോൾ ഞാൻ നേരത്തെ കഴുകുൻ തൈ നടന്ന് തെങ്ങിൻ തൈ നടന്ന് കാണിച്ചിരുന്നു. അത് ഇതേപോലെ നമുക്ക് അടിയിൽ കട്ടാക്കിയിട്ട് വേരുകൊണ്ട് കട്ടാക്കാം.
നല്ല വെക്കുന്നു. ഇന്നും ഒരു മണ്ണ് പോലും പോയിട്ട. അതൊരു അരക്കിലം വെള്ളം ഇടുന്നു മാങ്ങ. അരക്കിലം വെള്ളം. അഗ്രോമിൽ ജൈവവളം തന്നെ. ഇതെല്ലാം തെങ്ങിനെല്ലാം നമ്മൾ ചെയ്തിട്ട് കുറച്ച് മണ്ണ് വിടാം. ഇനി പണി കഴിഞ്ഞാൽ കൊത്തി ലെവലാക്കി നല്ല ഫ്ലാറ്റും പോലെ ആക്കി ഫ്ലാറ്റും പോലെ വെക്കണം. വേരുണ്ടല്ലോ കുറേ. അങ്ങനെ ഇതിന് പണി കഴിഞ്ഞു. ഇതേ പണി അവൻ തെങ്ങുന്നതിനകത്ത് കഴിഞ്ഞു, തേക്കുന്നതിനകത്ത് കഴിഞ്ഞു. അങ്ങനത്തെ പണി നമുക്ക് കഴിഞ്ഞു. ഇനി പുതിയ വീടുമായി ഞാൻ വീണ്ടും വരാം.